Hello, my dears. Welcome back to Catalyst Education. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നമുക്കറിയാം നമ്മുടെ എക്സാം നാളാണല്ലേ വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ളതല്ല. ഓൾറെഡി നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും ഫിൽട്ടർ ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. സോ ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ ടോപ്പിക്സ് എങ്കിലും നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോവാം. ഒരു 4-5 ടോപ്പിക്സ് ആണുള്ളത്. അതെന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പോകണം. ഓക്കെ, സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ടോപ്പിക്സ് എന്നുള്ളത്. അപ്പം 8 മാർക്കിന് നമുക്ക് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മീൻ മീഡിയൻ മോഡിന്റെ കാൽക്കുലേഷൻ. സോ അത് നിങ്ങൾ എന്തായാലും പഠിക്കുക. എങ്ങനെ നമുക്ക് മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കണം എന്നുള്ളത് എന്തായാലും പഠിച്ചു പോവുക. അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയൊക്കെയാന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. അതിൽ നമുക്കൊരു 5 സോഴ്സുകളാണ് പഠിക്കാനുള്ളത്. അറ്റ്ലീസ്റ്റ് അതിന്റെ ഹെഡിങ് എങ്കിലും പഠിച്ചിട്ട് എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ അത് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ ലിബറലൈസേഷനെ പറ്റിയിട്ട് പഠിക്കുക. ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് സെക്ടറുകളിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഫൈനാൻസിൽ എന്തൊക്കെയാണ്, അങ്ങനെ ട്രേഡിൽ എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് സെക്ടേഴ്സിൽ നമ്മൾ ഓരോന്ന് പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾ എന്താക്കാം പഠിക്കാം. പിന്നെ ഒജീവ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. ഓക്കെ, ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. അത് രണ്ടും വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആദ്യം അറിഞ്ഞിരിക്കണം അല്ലേ. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും അറിഞ്ഞിരിക്കണം. സോ അത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. അത് യൂസ് ചെയ്തിട്ട് ഒജീവ് വരയ്ക്കാൻ വേണ്ടിയിട്ടും എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഗോൾസ് ഓഫ് 5-year പ്ലാൻ എന്ന് പറയുന്നത്. നമ്മളൊരു 4 ഗോളുകൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ഗ്രോത്ത്, ഇക്വിറ്റി, മോഡേണൈസേഷൻ ആൻഡ് സെൽഫ് റിലയൻസ്. നമ്മൾ ജെംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓർത്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ജെംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓർത്ത് വെച്ചിട്ടുണ്ട്. G ഫോർ ഗ്രോത്ത്, E ഫോർ ഇക്വിറ്റി, M ഫോർ മോഡേണൈസേഷൻ ആൻഡ് S ഫോർ സെൽഫ് റിലയൻസ്. സോ ആ 4 നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ആൻഡ് നമ്മുടെ 6th ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ഇത് പ്രിപ്പറേഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും പഠിക്കുക. കുറച്ച് ഡാറ്റാസ് നിങ്ങൾക്ക് തരും. എന്നിട്ട് അത് യൂസ് ചെയ്തുകൊണ്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയും. എന്നിട്ട് ചിലപ്പോൾ നിങ്ങളോട് അതിൽ പറയും ഇതിൽ ലോവർ ലിമിറ്റ് ഏതാന്ന് കണ്ടുപിടിക്കുക. ഓരോ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് കണ്ടുപിടിക്കാൻ. അല്ലെങ്കിൽ നിങ്ങളോട് പറയും ഓരോ ക്ലാസ്സിന്റെ മിഡ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. സോ ഫസ്റ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പഠിക്കുക. ആൻഡ് അതിന്റെ മിഡ് വാല്യൂ എങ്ങനെയാ കാണുക, ഓരോ ക്ലാസ്സിന്റെയും മിഡ് വാല്യൂ നമ്മൾ എങ്ങനെയാ കാണുക, ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്ക് മിഡ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ. സോ അത് യൂസ് ചെയ്തുകൊണ്ട് മിഡ് വാല്യൂ കാണാനും നിങ്ങൾ പഠിച്ചിരിക്കുക. പിന്നെ നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പോവർട്ടി അലേവിയേഷൻ പ്രോഗ്രാംസുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, നമ്മൾ ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച്, പോവർട്ടി അലേവിയേഷൻ പ്രോഗ്രാം, പിന്നെ അതുപോലെ മിനിമം ബേസിക് നീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതൊരു 8 മാർക്കിന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ കാൽക്കുലേഷൻ ഓഫ് മീൻ മീഡിയൻ മോഡും പോവർട്ടി അലേവിയേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഒരു 8 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സോ അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കാം. പിന്നെ ഒരു നല്ല ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ആ ഒരു ക്വസ്റ്റ്യനെയറിന് വേണ്ടിയത് എന്നുള്ളത് നമുക്ക് അറിയാലേ. ആ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് എഴുതാൻ പറ്റുന്നതാണ്. ജസ്റ്റ് വായിച്ചാൽ മതി, നമുക്ക് പെട്ടെന്ന് അതിന്റെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ആ ഒരു കാര്യം പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡാറ്റ എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം, ഡാറ്റ നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യണം, കളക്ഷൻ ഓഫ് ഡാറ്റാസിന് ഡിഫറെൻറ്റ് മെത്തേഡുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. പ്രൈമറി മെത്തേഡ്, അതുപോലെ തന്നെ പ്രൈമറി മെത്തേഡിൽ നമ്മൾ പഠിക്കുന്നതാണ് മെയിൽഡ് ക്വസ്റ്റ്യനർ, പേഴ്സണൽ ഇൻ്റർവ്യൂ, ടെലിഫോണിക് ഇൻ്റർവ്യൂ. ഈ 3 കാര്യങ്ങളും പഠിക്കാം. എന്നിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ കൺസെപ്റ്റ് മനസ്സിലാക്കാം. സോ അതിൽ വരുന്നതാണ് എന്ത് ഗുഡ് ക്വസ്റ്റ്യനെയറിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. ആ ഒരു 4-5 ക്വാളിറ്റീസ് എന്തായാലും പഠിച്ചിട്ട് പോവുക. പിന്നെ നിങ്ങൾ ഗ്രീൻ റെവല്യൂഷന്റെ ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്താണ് ഗ്രീൻ റെവല്യൂഷൻ, ഒരു ഷോർട്ട് നോട്ട് എഴുതാം. ഒരു 3 മാർക്കിന്റെ 4 മാർക്കിന്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇട്ടത്. സോ ഇത്രയും ടോപ്പിക് നിങ്ങൾ എന്തായാലും പഠിച്ചു പോകണം. ഒരിക്കലും നിങ്ങൾ ഈ ടോപ്പിക്സ് നിങ്ങൾ മിസ് ചെയ്യരുത്. ഓക്കെ, സോ ഈ ടോപ്പിക്സ് എന്തായാലും പഠിച്ചിട്ട് നാളെ നല്ല എക്സാം നല്ല അടിപൊളിയായിട്ട് തന്നെ എഴുതാം. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.